ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എപ്പോഴും ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം കുറേ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. എക്സാമുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഇതിലൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ലെക്ചർ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഇത് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്, ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വിച്ച് പോർഷൻ ഓഫ് ദിസ് ഗ്രാഫ് റെപ്രസെൻറ്റ് യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസെലറേഷൻ. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ ഏത് ഭാഗമാണ് ഈ യൂണിഫോം റിട്ടാർഡേഷൻ പറയുന്നത്? നിങ്ങൾക്കറിയാം, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? ആക്സലറേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം സ്ലോപ്പിൽ അതിൻ്റെ ആംഗിൾ, ഇതിപ്പോൾ ഈ ഒരു തരത്തിലാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ <90 ആണ്. പക്ഷേ ഈ ഒരു തരത്തിലുള്ള ഗ്രാഫാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ <90 ആണ്. കണ്ടോ അല്ലേ? ഇത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്. അങ്ങനെ <90 ആണെങ്കിൽ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവ് എന്നും 90ൽ കുറവാണെങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്സലറേഷൻ നെഗറ്റീവാണ്. ഈ ഒരു ഭാഗം നോക്കൂ, BC എന്നൊരു ഭാഗം നോക്കിയാൽ ഇവിടെ എന്താണ്? ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയുള്ള ആംഗിൾ എന്താണ്? എല്ലാം 90 കൂടുതലാണ്. നമ്മൾ ലെക്ചറിൽ പറഞ്ഞതാണ്, ഇതിൻ്റെ ക്ലാസ് ലെക്ചർ എടുത്തപ്പോൾ അതിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്? നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ഇവിടെ. നെഗറ്റീവ് ആക്സലറേഷനെയാണ് എന്ത് പറയുന്നത്? റിട്ടാർഡേഷൻ. ഇത് യൂണിഫോം ആണ്. ആംഗിൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെയൊക്കെ ആംഗിൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് യൂണിഫോം റിട്ടാർഡേഷനിലെ എന്താണ്? BC എന്ന റീജിയനിലാണ് യൂണിഫോം റിട്ടാർഡേഷൻ ഉള്ളത്. ഇനി ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടൈം 2 സെക്കൻഡ് ടു 7 സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ പഠിച്ചതാണ്, അതും പ്രൂവ് ചെയ്തതാണ്, ക്ലാസ് ലെക്ചറിൽ പറഞ്ഞു. അതിൻ്റെ ലെക്ചർ യൂട്യൂബിൽ തന്നെ കിട്ടും. നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോയുടെ ലാസ്റ്റും ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ AB-യിൽ നിന്ന്, അതായത് 2 സെക്കൻഡും 7 സെക്കൻഡിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ അളന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതായത് 6 ഇൻറ്റു എത്രയാണ്? 5 30. എന്താണ്? 30 മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ ഇതിൻ്റെ ഏരിയ. അപ്പം 30 മീറ്ററാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അതും കിട്ടി. ഇനി എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് H, അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു കല്ല് ഒരു ബിൽഡിങ്ങോ ഒരു ഹൈറ്റിൽ നിന്ന്, ഇതൊരു ഹൈറ്റാണ്, ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു, അത് നിലത്ത് വന്ന് ഹിറ്റ് ചെയ്തു അല്ലേ? ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത കല്ല് നിലത്ത് വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരാളെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്, ഇതൊരു കൈയാണെന്ന് കരുതുക, അത് പിടിച്ചൊരു സാധനം ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി V0 എന്താണ്? 0 ആണ്. ആദ്യം അത് ഇടുന്നതിന് മുന്നിട്ട് അതിൻ്റെ വെലോസിറ്റി 0 ആണ്, അതിന് ശേഷമാണ് അത് ഇടുന്നത്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി. എന്നിട്ട് അവസാനമുള്ള വെലോസിറ്റി VT തന്നെ എടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം, VT = V0 + AT. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ T = VT - V0 / A. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് ടൈമിൻ്റെ ഇത്. അപ്പോൾ V0 ഇവിടെ 0 ആണ്. അപ്പോൾ VT ബൈ ആക്സലറേഷൻ ഒന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പം -G. ഇതാണ് ടൈമിൻ്റെ എക്സ്പ്രഷൻ. അടുത്തതായി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ സെക്കൻഡാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ്, ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫിൻ്റെ കേർവ് ഇങ്ങനെയാണ് പോകുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി എബോവ് ഗ്രാഫ്. അത് നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതപ്പോൾ അത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണ്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് വെച്ചാൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈ ഒരു ഗ്രാഫ് നമ്മൾ ആ ലെക്ചറിൽ പറഞ്ഞതാണ്. നിങ്ങൾ ആ ലെക്ചർ കണ്ടാൽ നിങ്ങൾക്കിത് ശരിക്കും മനസ്സിലാവും.
ഈ പാഠം എന്താണ്, ഗ്രാഫുകളുടെ പാഠമാണ്. ഗ്രാഫ് കൂടുതൽ എക്സാമിന് വരും. അപ്പോൾ ഗ്രാഫിൻ്റെ കറക്റ്റ് ഒരു വിഷ്വൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം, എന്നാലേ നിങ്ങൾക്ക് ഈ പാഠത്തിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ ഗ്രാഫ്, റിലേഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് ഗ്രാഫ്സ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഈ 3 ഗ്രാഫിൻ്റെയും റിലേഷൻ എങ്ങനെ 3 റിലേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഗ്രാഫിൽ അടയാളപ്പെടുത്തുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിൾ ബേസിക്സ് തൊട്ട് ഗ്രാഫിൻ്റെ എല്ലാം അതിൽ പറയുന്നുണ്ട്. ആ ലെക്ചർ നിങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ അതിൽ കയറി കാണുക, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഇത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ്. ഡ്രൈവ് എ റിലേഷൻ കണക്റ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം ഫോർ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ. ആ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മളോട് ഫോം ചെയ്യാൻ പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ഈ ഒരു ഗ്രാഫ് വരക്കുമ്പോൾ വെലോസിറ്റി ടൈം, ഇപ്പോൾ സീറോ ടൈമിൽ v0 വെലോസിറ്റി, അതായത് ഈ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് കരുതുക. 0 ടൈമിൽ v0 ആണ് ഇതിൻ്റെ വെലോസിറ്റി, 0 ടൈമിൽ v0 വെലോസിറ്റി. അതേപോലെ തന്നെ ഇത് ടൈം ഗ്രാഫാണെന്ന്, ഇത് വെലോസിറ്റി. അപ്പോൾ t എന്ന് പറയുന്ന ഒരു ടൈമിൽ ഇതിൻ്റെ എന്താണ് കറക്റ്റ് ഇവിടെ വരും. അപ്പോൾ ഈ ഒരു വെലോസിറ്റി എന്താണ്, vt വെലോസിറ്റി ആണെന്ന് കരുതുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്രാഫ് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെ തമ്പരെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നിങ്ങൾക്കറിയാം. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത്രയൊക്കെ ഉള്ളതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇത് 2 കഷ്ണങ്ങളാണ്. ഈ ഒരു സാധനത്തിൻ്റെ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ എന്താണ് ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 കഷ്ണങ്ങളാക്കുന്നു. ഓക്കെ, ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും. അപ്പോൾ ഇതിൻ്റെ രണ്ടിലെയും ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഫോം ചെയ്യേണ്ടത് നോക്കിക്കോളൂ. നമ്മൾ ആ ലെക്ചറിൽ ഇത് കറക്റ്റ് ചെയ്തതാണ്, ഒന്നുകൂടി ഇവിടെ ചെയ്യുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഏരിയ അണ്ടർ ഗ്രാഫ് ഏരിയ. ഓക്കെ, എസ് ഇസ് ഈക്വൽ ടു ഏരിയ എന്താണ്, v0 ഇൻറ്റു ടി പ്ലസ്, അതായത് v0 ഈ ഒരു ലെങ്ത്ത് v0, ഇത് ടി പ്ലസ് ഇനി ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു വി ടി മൈനസ് വി സീറോ ഇൻറ്റു ഇതാണ് ഈ ഒരു ലെങ്ത്ത്, അതാണ് ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ടി മൈനസ് വി സീറോ ഇല്ലേ, എസ് ഈസ് ഈക്വൽ ടു v0 t പ്ലസ് ഹാഫ് വി ടി മൈനസ് വി സീറോ എന്ന് വെച്ചാൽ, അതായത് ആക്സലറേഷൻ ഈക്വൽ ടു വി ടി മൈനസ് വി സീറോ ബൈ എന്താണ് ടൈമാണ്. ഓക്കെ, അപ്പോൾ വി ടി മൈനസ് വി സീറോ ഈക്വൽ ടു ആക്സലറേഷൻ ഇൻറ്റു ടൈം. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ വി ടി മൈനസ് വി സീറോന് നമ്മൾ എ ടി എന്ന് കൊടുക്കുക, എ ടി ഇൻറ്റു ഇവിടെയുള്ള ടി. എസ് ഈസ് ഈക്വൽ ടു v0 t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ നമ്മൾ ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ്, അതായത് വെലോസിറ്റി ടു സ്പീഡാണ്, വെലോസിറ്റി ഡിവൈഡഡ് ബൈ സ്പീഡ് എന്താണെന്നാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതും പഠിച്ചതാണ്. വെലോസിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡ്. വെലോസിറ്റി എപ്പോഴും സ്പീഡിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആവാം. അങ്ങനെയാകുമ്പോൾ വെലോസിറ്റി സ്പീഡിനേക്കാളും കുറവോ ഈക്വലോ ആവാമെങ്കിൽ ഇതെന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പാടെടുക്കുമ്പോൾ പ്രൂവ് ചെയ്തതാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എയ്തർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യനാണ് എടുക്കാൻ പോകുന്നത്. ഫിഗർ 1 ഷോസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ റണ്ണർ എ ആൻഡ് ഫിഗർ 2 ഷോസ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ റണ്ണർ ബി. ഇത് ഒരു എ എന്ന് പറയുന്ന റണ്ണറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഇത് ബി എന്ന് പറയുന്ന റണ്ണറിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇത് രണ്ടും 2 ആൾക്കാരുടേതാണ്. ഇനി ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മോഷൻ ദ റണ്ണർ എ ഹാസ്. അതായത് എ എന്ന റണ്ണറിൻ്റെ ഏത് ടൈപ്പ് മോഷനാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഈക്വൽ
ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ലേ? ഓക്കെ, ഇങ്ങനെ അങ്ങ് ഏത് ടൈപ്പ് മോഷനാണ്? യൂണിഫോം മോഷനാണ്. ഓക്കെ, യൂണിഫോം മോഷൻ നിങ്ങൾക്കറിയാം, ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അനലൈസിങ് ദ എബോവ് ടു ഗ്രാഫ്സ് ഫൈൻഡ് വിച്ച് റണ്ണർ വിൽ വിൻ ദ റേസ് വൈ. നമ്മൾ ഗ്രാഫിൻ്റെ റിലേഷൻ പഠിച്ചാണ്. ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഒന്നാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഫിഗർ 1ൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു നോക്കുക. അതായത് ഇവിടെ നോക്കുമ്പോൾ എല്ലാ ആംഗിളും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുമാത്രമല്ല ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് പോസിറ്റീവ് വെലോസിറ്റി ആണ്. അതുമാത്രമല്ല കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് വെലോസിറ്റി. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇനി ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഇതിൻ്റെ വരച്ചാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആകുമ്പോൾ 0 ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഇല്ല, 0 ആണ്. ഈ ഒരു ഗ്രാഫിന് ആക്സലറേഷൻ ഇല്ല. ഈ ഒന്നാമത്തെ റണ്ണർ ആക്സലറേഷൻ ഇല്ല, അയാൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സെയിം സ്പീഡിൽ മാറ്റമില്ലാണ്ട് സെയിം സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാളെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന് ൻ്റെ സ്ലോപ്പാണ് എന്താണ്? ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഇയാൾ ആക്സലറേഷൻ ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇയാളൊരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ആക്സലറേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെലോസിറ്റി എന്താണ്? ഇയാളെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെലോസിറ്റി നമ്മൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ ഇയാളുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ സ്പീഡ് കൂട്ടുന്നില്ല. ഇയാൾ സ്പീഡ് കൂട്ടുന്നുണ്ട്, കാരണം ഇയാൾക്ക് ആക്സലറേഷൻ ഉണ്ട്. ഒരു ആക്സലറേഷൻ കൊടുക്കുമ്പോഴാണ്, ആക്സലറേറ്റർ പ്രസ് ചെയ്യുമ്പോഴാണ് വണ്ടി സ്പീഡ് കൂടുന്നത്. അപ്പോൾ ഇതിനൊരു ആക്സലറേഷൻ ഉണ്ട്. അപ്പം ആരായിരിക്കും സ്വാഭാവികമായിട്ട് ജയിക്കുക? രണ്ടാമത്തെ, അതായത് ബി എന്ന് പറയുന്ന റണ്ണറായിരിക്കും ഈ ഒരു മത്സരത്തിൽ ജയിക്കുക, കാരണം അയാൾക്ക് ആക്സലറേഷൻ ഉണ്ട്.